പത്തിലധികം തവണ കുഞ്ഞിനെ പ്രതി ലൈംഗികമായി ഉപദ്രവിച്ചു. മരിക്കുന്നതിന് തലേ ദിവസം കൂടി കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് വാർത്ത വരുന്നത്. സ്വന്തം വീട്ടിൽ വെച്ചാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത്. പറ്റിപ്പോയി എന്നാണ് പ്രതിയുടെ മൊഴി. അച്ഛന്റെ അനുജൻ പിതൃ സഹോദരനാണ് ആ കുഞ്ഞിനെ മാരകമായിട്ട് പീഡിപ്പിച്ചിട്ടുള്ളത് 10ൽ കൂടുതൽ തവണ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സമയത്താണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. കുട്ടിയുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മുറിവുകളുണ്ട്, അതേപോലെ തന്നെ സ്വകാര്യ ഭാഗത്ത് മുറിവുകളുണ്ട്. ഇതെല്ലാം ഈ അമ്മയ്ക്ക് അറിയാമായിരുന്നു. ഈ അമ്മ ആ കുഞ്ഞിനെ രക്ഷിച്ചു എന്നാണ് പോലീസിന് മൊഴി കൊടുത്തിട്ടുള്ളത്. അതായത് നിരന്തരമായിട്ട് ഈ നായിന്റെ മോൻ ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കുട്ടിയുടെ ബോഡി കണ്ടെത്തി എന്ന് പറയുന്ന സമയത്ത് ഈ നായിന്റെ മോന്റെ കരച്ചിൽ നമ്മൾ കണ്ടത്. ആ കരച്ചിൽ കണ്ടപ്പോൾ തന്നെ പല ആളുകൾക്കും സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് കുട്ടി പീഡിപ്പിക്കപ്പെട്ടതായിട്ട് ആർക്കും അറിയില്ല. എന്നാൽ പോലും ആ വീട്ടിലുള്ള ഇയാളെ കുറിച്ച് ചേർത്ത് വെച്ചുകൊണ്ട് പല ആളുകളും പറഞ്ഞു. പിന്നെ കുട്ടിയുടെ ബോഡി കിട്ടി കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഇവന്റെ ബോഡി ലാംഗ്വേജ് വെച്ചുകൊണ്ട് മലയാളികൾ അത് തുറന്നു പറഞ്ഞു എന്നുള്ളതാ ഈ നായിന്റെ മോനായിരിക്കും അത് ചെയ്തത് എന്നുള്ളത്. കുട്ടി നിരവധി തവണ ലൈംഗിക പീഡനത്തിന് ഇരയായെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായത്. അറസ്റ്റിലായ അച്ഛന്റെ സഹോദരൻ കുറ്റം സമ്മതിച്ചു. കഴിഞ്ഞ 1.5 വർഷമായി, ഇപ്പൊ 4 വയസ്സേ ഉള്ളൂ അല്ലെ ദിവിഷ്, കഴിഞ്ഞ 1.5 വർഷമായി ഒരു കുഞ്ഞ് ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നു. കൊല്ലപ്പെട്ട ദിവസവും കുട്ടി അതിക്രമത്തിനിരയായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ പ്രതി കുറ്റം സമ്മതിച്ച് ഇസ്രാഗിൻ. കണ്ടില്ലേ, അതായത് 2 വയസ്സ് മുതൽ ഈ കുഞ്ഞെ പിഞ്ചു കുഞ്ഞിനെ ഇവൻ പീഡിപ്പിച്ചിരുന്നു എന്നുള്ളത്. ഇത് ഈ പെൺകുട്ടിയുടെ, ഈ മരണപ്പെട്ട കുട്ടിയുടെ പേരോ ഫോട്ടോ ഒന്നും കാണിക്കാൻ കഴിയില്ല. ആ അമ്മ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. ഇവന്റെ മുഖത്ത് അടിച്ചിട്ട് നിർത്താൻ പറഞ്ഞിട്ട് പോലും ഇവൻ നിർത്തിയിട്ടില്ല. ഇവൻ വിചാരിച്ചെന്താ വെച്ചാൽ നാട്ടുകാരും അറിയില്ല എന്നുള്ളതാ. കണ്ടില്ലേ, എന്താ ആക്ടിങ് കഴിഞ്ഞിട്ടില്ല, ഒന്നും കൂടി ഉണ്ട്. അവൻ മടിയിലൊക്കെ കിടന്ന് കരയ. ഈ അച്ഛൻ പാവം, അയാൾ അത്ര ഒന്നും അറിഞ്ഞിട്ടില്ല. സ്വന്തം അനുജൻ കുഞ്ഞിനെ താൻ നോക്കുന്ന പോലെ നോക്കുന്ന വിചാരിച്ചു. ഞാൻ കൊണ്ട് നടന്നതിനേക്കാൾ കൂടുതൽ ഇവനാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അവൻ ഈ സങ്കടം എന്നാണ് അച്ഛൻ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. പക്ഷെ അതല്ല, അവൻ ആളുകൾ ഇത് അറിയില്ല എന്ന ഭാവത്തോട് കൂടിയിട്ടാണ് ആ കാണിച്ചു കൂട്ടുന്നത്. പലയിടങ്ങളിലും ഇത്തരം ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ എന്നറിയില്ല, പല കേസുകളിലും ഈ പിടിക്കപ്പെടുന്ന ആളുകൾ ഇങ്ങനെ ആ ഒരു സമയത്തൊക്കെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും, ഒരു കുഴപ്പമില്ലാത്ത പോലെ. പക്ഷെ പിടിക്കപ്പെടുമ്പോൾ നമ്മൾ ഞെട്ടും. പക്ഷെ ഈ കാര്യത്തിന് ഞെട്ടലുകൾ ഉണ്ടായില്ല. കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളുകൾ ഈ വാർത്തകളുടെ അടിയിൽ വന്നിട്ട് ഈ നായിന്റെ മോനാണ് ഇത് ചെയ്തത് എന്ന് ഉറപ്പിച്ച് പറയാണ്. കുട്ടിയുടെ അടക്കം കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. ഓരോ ആളുകളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഈ കുട്ടിയുടെ അമ്മയോട് ചോദ്യം ചെയ്യുമ്പോൾ അമ്മ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം അങ്ങനെ ചെറിയച്ഛനാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളത്. അങ്ങനെ ഈ നായിന്റെ മോനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആദ്യമൊന്നും മിണ്ടിയില്ല. 5-6 മണിക്കൂറിന് ശേഷം കാര്യങ്ങൾ തുറന്ന് പറയുക. ഞാൻ നിരന്തരമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2-2.5 വയസ്സ് മുതൽ തന്നെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കുട്ടിയെ ഉറങ്ങാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് ഞാൻ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ വീട്ടിലെ മക്കളെ നമ്മൾ നല്ല രീതിയിൽ നോക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം വാർത്തകൾ വരുമ്പോഴാവും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുണ്ടോ അങ്ങനെയുണ്ടോ എന്നുള്ളത്. അതിനകത്ത് എല്ലാവരെയും സംശയദൃഷ്ടിയിൽ നോക്കണം എന്നല്ല, എന്നാൽ പോലും നമ്മൾ ഒരു കണ്ണ് അവിടെ വെക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നാറുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവനൊക്കെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ജനങ്ങൾക്കറിയാം. പക്ഷെ നിയമത്തിന് മുന്നിൽ എന്താ ഉണ്ടാവുക? നിയമത്തിന് മുന്നിൽ വെറും ഒരു പോക്സോ കേസായിട്ട് മാത്രം ഇത് പരിഗണിക്കുള്ളൂ. കാരണം കൊന്നത് കുട്ടിയുടെ അമ്മയാണ്. കുട്ടിയുടെ അമ്മ കൊല്ലുന്ന സമയത്ത് പറഞ്ഞ, അല്ലെങ്കിൽ കൊന്നതിന് ശേഷം പറഞ്ഞ വാക്കുണ്ട്, ഞാൻ അവളെ രക്ഷിച്ചു എന്ന്. മോഹൻലാൽ ഒരു സിനിമയിൽ കുറെ പെൺകുട്ടികളെ കൊന്നതിന് ശേഷം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അവരെ എല്ലാവരെയും ഞാൻ രക്ഷിച്ചു എന്നുള്ളത്. അത് തന്നെയാണ് ഇവർ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും നമുക്ക് ആ ഒരു കാര്യത്തെ ന്യായീകരിക്കാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും അവരെന്ത് ചെയ്യും? അവർക്ക് നിവർത്തിയില്ല എന്നുള്ളതാ. അതിനിപ്പോ ആരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ കുഞ്ഞിനെ അത്രയും ചെറുപ്പത്തിൽ ഈ രീതിയിൽ ബ്രൂട്ടലായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇവനൊക്കെ നാട്ടുകാരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ വല്ല കടുവക്ക് ഇട്ട് കൊടുക്കുക. ഇവനൊന്നും ജീവിച്ചിരിക്കുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാ. സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കേണ്ട ഒരു പിഞ്ചു കുഞ്ഞാണ്. ആ കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ കുട്ടി വിചാരിക്കുന്ന പോലും ഉണ്ടാവില്ല എന്നെ എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്.
നമുക്ക് വാർത്തയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം 24 ഇപ്പോൾ പുറത്തുവിടുന്നത് പ്രതിയുടെ കുറ്റസമ്മത മൊഴിയാണ്. അതായത് പോലീസിന്റെ 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പോലീസിനോട് പ്രതി അവസാനം നിക്കക്കളിയില്ലാതെ പറഞ്ഞത് പറ്റിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റുള്ളവർ അടുത്ത ബന്ധുവായതിനാൽ സംശയിക്കില്ല എന്ന് കരുതിയാണ് കുട്ടിയെ ഉപദ്രവിച്ചത്. അതും സ്വന്തം വീട്ടിൽ വെച്ചാണ് ആ കുഞ്ഞിനെ ഉപദ്രവിച്ചത്. ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ കുട്ടിയുടെ കുടുംബം താമസിച്ചിരുന്നതും കുടുംബ വീടുള്ളതും. കുടുംബ വീട്ടിലേക്ക് കുട്ടിയുടെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നാണ് ഉപദ്രവിച്ചിരുന്നത് എന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ആരും അറിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു താൻ കരുതിയത്. പക്ഷേ ഇത് പുറത്തു വന്നപ്പോൾ തനിക്കും പോലീസിന് മുന്നിൽ അധികം നേരം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിൽ മറ്റൊരു കാര്യം. സ്നേഹം നടിച്ചാണ് ഈ കുഞ്ഞിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിരുന്നത്. കുഞ്ഞിന്റെ വിശ്വാസമാണ് പ്രതി ചൂഷണം ചെയ്തിരുന്നത് എന്നുള്ളതാണ് പ്രതിയുടെ ഈ മൊഴിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ചെറിയച്ഛൻ വിളിച്ചു കൊണ്ടുപോകുമ്പോ ആ കുട്ടി എന്താ വിചാരിക്കുക? ഒന്നും വിചാരിക്കാനില്ല. എന്നും കിടന്നുറങ്ങാൻ വേണ്ടി കൊണ്ടുപോകത്രേ കുട്ടിയെ. അവിടെ കൊണ്ടുപോയിട്ട് ഇവൻ ഇതാണ് ചെയ്തോണ്ടിരിക്കുന്നത്, തറവാട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ പിഞ്ചു കുഞ്ഞിന് എന്താ അറിയാം ഈ നാറി എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടിയിട്ടുള്ളത്. ആ ഒരു സ്ത്രീ അത് മനസ്സിലാക്കി അവരവനെ പ്രതികരിച്ചിട്ട് പോലും അവൻ ഇത് തുടർന്നു എന്നുള്ളതാണ്. കൊള്ളാം. ഈ ഒരു കേസിലെങ്കിലും മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷാ നടപടി തന്നെ വേണം. ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. ഈ ഒരു കേസിൽ ഇവൻ കാരണമാണ് ആ കുഞ്ഞ് മരണപ്പെട്ടിട്ടുള്ളത്. ആ ഒരു കാര്യത്തിന് ആ സ്ത്രീക്കും ശിക്ഷ കിട്ടണം, അതുപോലെ തന്നെ ഇവന് ശിക്ഷ കിട്ടണം. പരമാവധി കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. കഴിയോ? ഇതിലെങ്കിലും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നിയമ സംവിധാനങ്ങളോടൊന്നും യാതൊരു തരത്തിലുള്ള ഒരു വിശ്വാസം ഉണ്ടാവില്ല. എല്ലാ വിശ്വാസങ്ങളും തകരും. അത്ര തന്നെ. പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10-ലധികം തവണ കുഞ്ഞിനെ ഈ പ്രതി ഈ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതി നൽകിയിരിക്കുന്ന മറ്റൊരു മൊഴി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ കൃത്യമായ തെളിവുകൾ, കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തുൾപ്പെടെ ഉണ്ടായ മുറിവുൾപ്പെടെ ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടിയതോടെയാണ് പോലീസിന് കൃത്യമായി പ്രതിയിലേക്ക് എത്താൻ സാധിച്ചതും പ്രതിയെ ഇന്നലെ രാവിലെ കസ്റ്റഡിയിലെടുക്കുന്നതും രാത്രി ചോദ്യം ചെയ്യുന്നതും ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. ഓക്കെ, പല ആളുകളും ഓൾറെഡി ഈ വീഡിയോസ് കഴിഞ്ഞ ദിവസം തന്നെ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയച്ഛനാണ് എല്ലാം ചെയ്തത് എന്നുള്ള ഒരു സംശയം. കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന കേട്ട നിമിഷം തന്നെ പല ആളുകൾ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷെ ഞാൻ ആ വീഡിയോ ചെയ്യാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള വാർത്ത വരട്ടെ, ഒരു കൺക്ലൂഷനിൽ എത്തട്ടെ എന്ന് കാത്തിരുന്നതാ. ഇതാ കൃത്യമായി കൺക്ലൂഷനിൽ എത്തിയിരിക്കുന്നു. അച്ഛന്റെ അനുജനാണ് സ്വന്തം കുഞ്ഞിനെ പോലെ കാണേണ്ട ആ ഒരു പിഞ്ചു കുഞ്ഞിനെ അതിക്രൂരമായിട്ട് നിരന്തരമായിട്ട് പീഡിപ്പിച്ചിട്ടുള്ളത്. ആ വിശ്വാസമെല്ലാം മുതലെടുത്തുകൊണ്ടാണ് ആ കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ടുള്ളത്. ആ അമ്മ പറഞ്ഞ ഒരു വാക്ക് നിങ്ങളെല്ലാവരും മനസ്സിൽ വെക്കണം, അവളെ ഞാൻ രക്ഷിച്ചു എന്നുള്ളതാണ്. പോലീസിന് അപ്പം തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റ് മൊഴികളൊക്കെ ഇവരുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. വീട്ടിലെല്ലാവർക്കും കുട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം അവർക്ക് സങ്കടം വരാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്താന്നൊക്കെ അവർ പരമാവധി ഈ ഒരു ചെറിയച്ഛനെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്ന് പോലീസുകാർ കണ്ടെത്തുക തന്നെ വേണം. അതെന്തായാലും അധികം വൈകാതെ തന്നെ വരും. അത് കൂടാതെ ഈ നായിൻ്റെ മോൻ എത്ര കുഞ്ഞുങ്ങളെ ഇത്തരം രീതിയിൽ ചെയ്തിട്ടുണ്ട്, എത്ര സ്ത്രീകളെ ഇത്തരം രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പുറത്തു വരണം. ഇവനെ ഏത് രീതിയിലാണ് കോടതി ശിക്ഷിക്കുക എന്നൊന്നും പറയാൻ കഴിയില്ല. എന്തായാലും ജാമ്യവും പരോളും ഒക്കെ കിട്ടി പുറത്തിറങ്ങുന്ന ഒരു അവസ്ഥയാണ് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു, ഈ നീതി ന്യായ വ്യവസ്ഥയോട് വിശ്വാസം പൂർണ്ണമായും മനുഷ്യന്മാർക്ക് ഇല്ലാണ്ടാവും. ഓക്കെ, എന്തായാലും കൂടുതൽ വാർത്തകൾ വരുമ്പോൾ വരാം. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.